വീണ്ടും വാർത്തകളിലേക്ക്. തിരുവല്ലയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു. കൊടുമൺ SHOയും തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലെ പ്രൊബേഷൻ SIയും അടക്കമുള്ളവർ സുരക്ഷാ ചുമതലയ്ക്കിടെ തമ്മിലടിക്കുകയായിരുന്നു. മ്യൂസിയം സ്റ്റേഷനിലെ പ്രൊബേഷൻ SI കൃഷ്ണമോഹനാണ് കേസിലെ ഒന്നാം പ്രതി. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേർന്നത്. ഗോകുൽ, എന്തൊക്കെയാണ് മറ്റ് നിയമ നടപടികൾ? വിഷ്ണു, കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ പ്രധാനമന്ത്രി എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ സദസ്സിന് പുറത്ത്, ആ പന്തലിന് പുറത്ത് ഇത്തരത്തിൽ പോലീസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റവും ആക്രമണവും ഒക്കെ ഉണ്ടാകുന്ന സംഭവം ഉണ്ടായത്. അന്ന് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ആക്രമണമുണ്ടായ സംഭവം ഉണ്ടായത്. കൊടുമൺ SHO അദ്ദേഹത്തിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ ഇപ്പോൾ 3 പേർക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. ഒന്നാം പ്രതിയായിട്ടുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലെ പ്രൊബേഷൻ SI ആയിട്ടുള്ള കൃഷ്ണമോഹനാണ് ഒന്നാം പ്രതി. ഇദ്ദേഹത്തിന്റെ കൂട്ടാളികളായിട്ടുള്ള മറ്റ് 2 പേർക്കെതിരെയുമായിട്ടാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ലംഘിച്ചത് ചോദ്യം ചെയ്തതിനെതിരെയാണ് കൊടുമൺ SHOയ്ക്ക് നേരെ ഈ കൃഷ്ണമോഹൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ അസഭ്യം പറയുകയും അതോടൊപ്പം തന്നെ ആക്രമണം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അതിന്റെ സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒന്നാം പ്രതി പിടിവലി നടത്തുകയും അതോടൊപ്പം തന്നെ മറ്റ് 2 പേർ ഇതിന് സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും വലിയ സുരക്ഷാ വീഴ്ച കൂടി ഇതിൽ പ്രധാനമായിട്ടും കടന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതും പ്രധാനമന്ത്രി വേദിയിലുള്ള സമയത്ത് തന്നെയാണ്, വേദിക്ക് പുറത്ത്, സദസ്സിന് പുറത്ത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതേ മൈതാനത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ച കൂടി ഈ വിഷയത്തിലുണ്ട് എന്നുള്ള കാര്യവും കൂടി ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ബാക്കി അറസ്റ്റ് നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി, ഗോകുലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.